നേരത്തെ ഇത് എത്തുന്നില്ലല്ലോ. നമ്മളൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോലും ഇവിടെ ഒരുത്തനുമില്ല. ആരും ഇല്ലേടി ഇവിടെ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കാൻ. കഥ തുറക്കടേ. തുറക്കാൻ ഇതൊരു ഭദ്രകളിയോ? ഇന്നും നല്ല പരുവത്തിലാണ് വന്നേക്കുന്നല്ലേ. അകത്തോട്ട് കയറാൻ നോക്കണ്ട, അവിടെ കിടന്നു. എനിക്കും എൻ്റെ കൊച്ചിനും മനസ്സമാധാനത്തോടെ ജീവിക്കണം ഇവിടെ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. കഥ തുറക്കാനാ പറഞ്ഞത്. നിന്റെ ജാരം കാണുമല്ലടി അകത്ത്. അത് തന്നെ നിനക്ക് തുറക്കാൻ എത്ര മടി. ഇറക്കി വിടറി അവനെ ഇങ്ങോട്ട്. കിടന്ന് ചിലക്കാതെ അതിനകത്തോട്ട് കയറി നോക്കും മനുഷ്യ, അതിനകത്ത് ആരാ ഉള്ളെന്ന്. അയ്യോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. അയ്യോ അവളെ ഒരു ജാരനും അവള്. ഈ മനുഷ്യനെ കൊല്ലുന്നേ. ഞാൻ ഇവിടെ ഒരുത്തരെയും കണ്ടു. കൊച്ചു വേണ്ട വേണ്ട, ഞങ്ങൾ വെക്കുമ്പോ തലേ കയറുന്നോളാം. എഴുന്നേക്കടാ, നിന്റെ അടവൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എഴുന്നേക്കടാ രമേശ, നിന്റെ അടവൊക്കെ അറിയാം. എഴുന്നേക്കടാ രമേശ, എഴുന്നേക്കടാ, കളിക്കാതടാ, എഴുന്നേറ്റ്. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടോ. എഴുന്നേക്കടാ രമേശ. എന്റെ ചേട്ടാ എണീക്കേട്ടാ, ഓരോരുത്തന്മാര് കയറി വന്ന് എന്റെ ചേട്ടനെ കൊന്നേ. അയ്യോ രമേശ എഴുന്നേക്ക രമേശ, എഴുന്നേക്കടാ, എഴുന്നേക്ക രമേശ, രമേശ രമേശ രമേശ, എഴുന്നേക്കടാ, എഴുന്നേക്കടാ രമേശ. ഒന്ന് പിടിച്ച്, അവനൊന്ന് പിടിച്ച്. നീ അറിഞ്ഞാടി എന്റെ ചേട്ടൻ പോയടി, എന്റെ ചേട്ടന് പോയടി. എന്റെ ചേട്ടന് 2 കാലമാടന്മാര് ഇന്നലെ എടുത്തിട്ട് കുമ്മിയടി, രണ്ടുപേരും കൂടെ കൊന്നടി. ബോധല്ലാതെ എന്റെ ചേട്ടൻ ഇപ്പൊ ആശുപത്രിയിലാടി. നിന്നെ ഞാൻ വിളിക്കാടി. നിന്നെ ഇന്നലെ അവൻ അടിച്ചു കൊല്ലാൻ വന്നപ്പോഴല്ലേ ഞങ്ങൾ സഹായിക്കാൻ വന്നത്. ഞങ്ങൾ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിലോ. ആരും പറയല്ലോ കേട്ടോ, നിന്നെ ഞങ്ങൾ സഹായിക്കാൻ വന്നതല്ലേ. ആ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? അന്നേ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചത്തല്ലേ? അവന്മാർ രണ്ടുപേരും കൂടെ എന്നെ തല്ലിക്കൊന്ന്. എൻ്റെ പൊന്നോ ദാ വരുന്നു. ഇനി എന്നെ മൂടാനാണ്. അപ്പുറത്തെ ബോഡിയില്ലേ, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. രമേശ രമേശ എഴുന്നേക്ക്. ചത്ത ഞാൻ എങ്ങനെ എണീക്കും സിസ്റ്ററെ? ആര് ചത്തു? ഡോക്ടർ ഇപ്പം വരും, പെട്ടെന്ന് എഴുന്നേക്ക് രമേശ. എന്താ ഇത്? അപ്പൊ ഞാൻ മരിച്ചില്ലേ? ഇല്ല രമേശ, കളിക്കാതെ എഴുന്നേക്ക്. കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല ഡോക്ടർ. BP കുറഞ്ഞ് വീണാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ ലിവറിന് ചെറിയ പ്രശ്നമുണ്ട്. വെള്ളമടിയൊക്കെ ഒന്ന് കുറയ്ക്കുക. വലുതായിട്ട് അടിയൊന്നും ഇല്ല ഡോക്ടർ. ഭാര്യയൊക്കെ പുറത്തുനിന്ന് ഭയങ്കര കരച്ചിലാണ്. അവള് വെളിയിലുണ്ട്. ഒറ്റയ്ക്കാണോ അതോ 2 ജാരന്മാരും കൂടെ ഉണ്ടോ? അതൊന്നുമില്ല. നിങ്ങൾ ഈ വെള്ളമടി കുടിക്കുക കേട്ടോ. അവിടെ കുറച്ച് നീറ്റാവുക. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ OPയിൽ വന്ന് കണ്ടാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വീട്ടിൽ പോകാം. വീട്ടിൽ പോകാം കേട്ടോ. ശരി. രമേശ അവിടെ
നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? രമേശ, നിന്റെ വിറവലൊക്കെ ഒന്ന് മാറട്ടെ. എടാ, ഇത് വല്ല കോവിഡിന്റെ വകഭേദം വല്ലതും ആണെങ്കിലോ? ഇതോ? ആ, നമുക്ക് ഡോക്ടറെ കണ്ട് ചോദിക്കട്ടെ. ചികിത്സ കഴിയട്ടെ, ചികിത്സ പ്രധാനം. ചികിത്സ കഴിഞ്ഞാൽ എനിക്ക് അടിക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്നു എന്തോന്ന് പറയാൻ? എടാ, നീ വല്ലപ്പോഴും അടിക്കുന്നല്ലേ? മരുന്ന് എഴുതുമ്പോഴത്തേക്ക് അത് പറയണ്ടേ? ആ, വേറെ മരുന്ന് അടിക്കാൻ പറ്റില്ലേ? നീ വിളിച്ചിട്ട് ഞാൻ ഡോക്ടറെ പറഞ്ഞിട്ട് വരാം. പ്രത്യേകിച്ച് പറയണം. പ്ലേസ് വരും. സാറേ, ഞാൻ ആ പറഞ്ഞ രമേശിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഓക്കെ ഓക്കെ. സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ശരി. ഞാൻ ഒരു വിധത്തിൽ കൊണ്ടുവന്നിരിക്കാം. കാരണം ഇപ്പോൾ നാട്ടിലാകെ പ്രശ്നമാണ്. കാണുന്നവരുടെ മുഴുവൻ പൈസ എടുക്കുന്നു, വെള്ളം അടിച്ച് ഭാര്യയും മക്കളെല്ലാം അടിച്ച് വെളിയിലാക്കി അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇദ്ദേഹത്തിനാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ അയച്ചത്. ആ, ഓക്കെ ഓക്കെ. ഇങ്ങോട്ടാണ് നാട്ടിൽ കൊണ്ടുവരട്ടെ? ആ, കൊണ്ടുവരും. ഞാൻ നോക്കി നോക്കാം. താങ്ക്സ്. അപ്പോൾ അതെ അതെ, രമേഷിൻ്റെ ലെഫ്റ്റിയൊക്കെ ആകെ മോശമാണ്. ലിവറിലിപ്പോൾ ലിവർ ഫങ്ഷൻസൊക്കെ ആകെ മോശമായിരിക്കും. ലിവറിനൊക്കെ ഭയങ്കര ഹൈ. കുറച്ച് നാളായിട്ടുള്ള പ്രശ്നം തോന്നുന്നു. വരും. ഇരിക്കൂ. ആ, വരുന്നു. ആ, നമ്മൾ ഇതിനെയൊക്കെ അറിയാം. കൗൺസിലർ സാറേ. ഓ, സന്തോഷം. പറയൂ. എന്താ പേര്? രമേശ്. ആ, രമേശൻ. എന്താ രമേശിന് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല സാറേ. ആ, ശരി. എനിക്ക് ചെറിയ വിറയില്ല. ഓ, ശരി. ഇവരെന്തൊക്കെ വകഭേദമെന്നൊക്കെ പറയണം. എനിക്കത് അറിയില്ല. ശരി, നോക്കട്ടെ കേട്ടോ. ഇത് രമേശ് കയ്യും ഒക്കെ കാര്യമായിട്ടുണ്ടല്ലോ. അത് ഇന്നലെ വീട് തപ്പി നടന്നു, കാണാൻ പറ്റിയില്ല. ഓ, ശരി. പിന്നെ എവിടെ കിടന്നു? അതിൻ്റെ ആയിട്ടാണ്. ശരി. വീട് തപ്പി നടക്കാനുള്ള കാരണം? ഇല്ല, ഇന്നലെ ജസ്റ്റ് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് കൂടി. പക്ഷെ ഞാൻ അഡിക്റ്റ് ഒന്നും അല്ല ഡോക്ടർ. അത് ശരി. എത്ര കാലമായി? കുറച്ച് കാലമായി. ശരി. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ നിർത്തും. അത് ശരി. ഇന്ന് വേണമെങ്കിൽ ഇപ്പൊ നിർത്തും. അതാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ നിർത്തും. രമേശ് നിർത്തും. അത് ശരി. ഓക്കെ. രമേശ് നിർത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് രമേശിൻ്റെ ബ്ലഡിൻ്റെ ടെസ്റ്റുകളൊക്കെ ഇവർ പറഞ്ഞിരുന്നു. ബ്ലഡിൻ്റെ ടെസ്റ്റുകളിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ. ബ്ലഡ് അല്ലേ ഡോക്ടറെ? വരപ്പോ. ആ, അത് ശരി തന്നെ. ഈ ഒരു വിറയിൽ വിറയിൽ നമുക്ക് ചെറിയ മരുന്നൊക്കെ കഴിക്കണം. അവർ പറഞ്ഞല്ലോ. അതിപ്പോൾ ഇതിനൊക്കെ ഈ വിറയിൽ വന്നു കഴിഞ്ഞാൽ വിറയിൽ ചികിത്സിക്കാൻ നമുക്ക് കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ പക്ഷേ വിറയിൽ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഈ മദ്യപാനം നിർത്തണം. മദ്യപാനം നിർത്താൻ ഉള്ള ശ്രമം നമുക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം. ഇദ്ദേഹം ഇതിനെ പറഞ്ഞാലൊക്കെ മനസ്സിലാവുന്ന ആളാണ്. ഞാനൊന്ന് സംസാരിക്കും. ശരി, നിങ്ങളൊന്ന് പുറത്തു. അപ്പോൾ വായിൽ വെച്ചായിരിക്കും. അപ്പോൾ രമേശൻ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ രമേശൻ നല്ലവണ്ണം കഴിക്കുന്ന ആളായിട്ടാണ് തോന്നുന്നത്. പ്രകാരം കൂടെ കൂടുമ്പോഴേ അപ്പോൾ അത് ബ്ലഡ് ടെസ്റ്റ് പ്രകാരം ലിവറൊക്കെ ആകെ പ്രശ്നമാണ്. ഭാര്യ വരെ പോയി ഡോക്ടറെ. പിന്നെയാണ് ലിവർ. പക്ഷെ ലിവർ തിരിച്ചു വരും. അതൊരു പ്രതീക്ഷയാണ്. പക്ഷെ നമുക്ക് ലിവർ തിരിച്ചു വരണമെങ്കിൽ മദ്യപാനം പൂർണ്ണമായും നിർത്തിയേ പറ്റും. ഞാൻ മറ്റേ അഡിക്റ്റ് അല്ല ഡോക്ടറെ. അത് ശരി. ഇപ്പൊ നിർത്തണോ? ഇപ്പൊ നിർത്തും. എന്നാൽ നമുക്കിപ്പോൾ നിർത്തി നോക്കിയാലോ? നാളെ തൊട്ടാവാം. അതാണ് പ്രശ്നം വരുന്നത്. അതല്ല ഡോക്ടർ, ഇപ്പൊ ഇവിടെ വന്നല്ലേ ഉള്ളൂ. നാളെ തൊട്ട് പുതുതായിട്ട് നിർത്താം. അത് ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം അങ്ങനെ നിർത്തിയിട്ടുണ്ട്? ഞാൻ നിർത്തിയിട്ടില്ല. ഇത് പറയുമെങ്കിൽ ഈ വിറയിലുള്ളവർക്ക് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിറയിലുള്ളവർക്ക് നിർത്തണമെങ്കിൽ നമ്മൾ ചികിത്സ തുടങ്ങിയാലേ നിർത്താൻ പറ്റും. ഡോക്ടറെ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ആയി ഏകദേശം 6-7 മാസമൊക്കെ ആയതേ ഉള്ളൂ. അത് വീണ്ടും കഴിച്ചു തുടങ്ങിയാലേ അത് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പണിക്കൊക്കെ പോകുന്നല്ലേ. അപ്പൊ പിന്നെ വൈകുന്നേരം ദേഹമൊക്കെ ഭയങ്കര വേദനയും പിന്നെ ഭാര്യ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതെന്ത് പറ്റി? അതല്ല പറഞ്ഞില്ല കാണിക്കാൻ അവളുടെ ജാലം. ഓ, ശരി ശരി. അപ്പം നമുക്കിതിൽ നോക്കൂ, ആ കഥ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം മദ്യപാനം നിർത്താനുള്ള കാര്യങ്ങൾ നോക്കണം. മദ്യപാനം നിർത്താൻ നമ്മൾ നാളെ മുതൽ നിർത്താമെന്ന് തീരുമാനിച്ചാൽ ഈ വിറയിൽ മാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ ബുദ്ധിയുണ്ട്. അത് മാറില്ല. കാരണം ഇത് മാറണമെങ്കിൽ മദ്യപാനം നിർത്തി മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താലേ പറ്റും. കാരണം നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ പേപ്പർ നമുക്ക് തന്നത് വായിച്ചു നോക്കുമ്പോൾ ഇത്
ലിവറിന് സാരമായ കേട് സംഭവിച്ചു കഴിഞ്ഞു. ലിവറിന് തിരിച്ചു വരാമെന്ന് പറഞ്ഞില്ല. ലിവർ തിരിച്ചു വരാൻ പറ്റണമെങ്കിൽ കുറച്ച് ബാക്കി വേണം. ഇനി നമ്മൾ തുള്ളി കഴിച്ചു പോയാൽ ചിലപ്പോൾ അത് പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നുകൂടെ കിടത്തി കുറച്ച് ദിവസം നോക്കി അത് നിർത്തി ശരിയാക്കി എടുക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ നിർത്താനുള്ള കഴിവുണ്ടെന്നാണ്. അഡിക്റ്റ് അല്ല ഡോക്ടറെ. അതാ പറഞ്ഞ അങ്ങനെയുള്ളവർക്ക് ഇത് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം നിർത്തി ഞാൻ. അതാ പറഞ്ഞു. അപ്പം നമുക്ക് ഇന്ന് വേണ്ട ഡോക്ടറെ, നാളെ നമുക്ക് ഫ്രഷായിട്ട് നിർത്തി. അതല്ല രമേശ്, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് നോക്കുമ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യവും ബ്ലഡിൻ്റെ ഈ എന്താ പറയുക ഭക്ഷണവും ഇതൊക്കെ കൺട്രോൾ ചെയ്യും. മദ്യം ഒട്ടും കഴിക്കാതിരിക്കുകയും വേണം. ചിലപ്പോൾ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് വിറയിൽ മാറിയ നടന്ന് അടിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോകും. ഇത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങളെ കാര്യം ഇത് നിർത്താമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നമുക്ക് ചികിത്സ വളരെ എളുപ്പം. ഇത്ര ഉറപ്പിച്ച് നിർത്താമെന്ന് പറയുന്ന ഒരാളെ ചികിത്സിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നിർത്തിക്കഴിഞ്ഞു ചികിത്സിച്ചാൽ അസുഖങ്ങൾ ഭേദമാവും. ഈ അസുഖം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീരും. ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? പണിക്ക് പോകും. ആ പണിയൊക്കെ നമുക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ. ഇത് മാറണമെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ. ഇത് ശരീരത്തിന് കേടുവന്നതുകൊണ്ടുള്ള കറയലാണ്. പക്ഷെ ഒരെണ്ണം അടിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. ഇനി അടിച്ചാൽ ലിവർ പിന്നെ തിരിച്ചു വരില്ല. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ ഈ മരുന്ന് കഴിക്കാൻ ആൾക്കാർക്ക് എപ്പോഴും പേടിയാണ്. മരുന്ന് കഴിക്കാൻ പേടിയൊന്നും വേണ്ട. മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഈ കഴിക്കാൻ മടിയുള്ള ആൾക്കാർ, നിങ്ങളെമാതിരി മദ്യം നിർത്താൻ മടിയുള്ള നിങ്ങൾക്ക് നല്ല ഒരു മനോബലമുള്ള ആളായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നിർത്താമെന്ന് ഉറപ്പിച്ച് പറയുന്നത് പകുതി കുടിയന്മാർ അങ്ങനെയല്ല. പകുതി ആൾക്കാർക്ക് ഇത് നിർത്താനേ മടിയാണ്. അതാണ് നിങ്ങൾക്ക് നിർത്താൻ ധൈര്യമുള്ളത് കൊണ്ട് നമുക്ക് മരുന്ന് കഴിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് കുറച്ച് നാൾ എൻ്റെ കൂടെ വന്ന് ഈ ചികിത്സയും നമ്മൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ ശരീരം നന്നാവുന്നുള്ള മാത്രമല്ല, ലിവർ ഭേദമാവുന്നുള്ള മാത്രമല്ല, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടിയും ശരിയാവും. വീട്ടിൽ ഇരുന്ന് ചികിത്സിച്ചാൽ പറ്റില്ല. വീട്ടിലിരുന്ന് ചികിത്സിച്ചാൽ ഇത് മതിയാവും. കാരണം ഇത് ലിവർ കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ എനിക്കത് പറ്റുമായിരുന്നു. ഇപ്പോൾ ലിവറിൻ്റെ സ്ഥിതി അനുസരിച്ച് ചികിത്സിച്ചാൽ നിങ്ങളെ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കിയാൽ മരുന്നുകൾ ആശുപത്രിയിൽ വെച്ച് കൊടുക്കേണ്ട മരുന്നുകൾ കൊടുത്താലേ ശരിയാവും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി ചികിത്സിക്കുക എന്നുള്ള ഓപ്ഷൻ ചിന്തിക്കുക വേണ്ട. നമുക്കിതങ്ങനെ ശരിയാക്കാൻ അപേക്ഷ നമുക്കിത് മുഴുവൻ ശരിയാക്കാം. പ്രശ്നമുണ്ട് ഡോക്ടർ. പറഞ്ഞോളൂ. ആ താടിക്കാരൻ എൻ്റെ ഭാര്യയുടെ ജാറിലാണ്. അല്ല, അത് ഇപ്പോൾ ഭാര്യ വീട്ടിലില്ലല്ലോ. അവിടെ ചെല്ലും ഡോക്ടറെ. അത് നമുക്ക് അതിന് ഞാൻ ഇത് ഇവരോടൊന്ന് സംസാരിച്ച് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ അഡ്മിറ്റായി നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തു എന്ന് അറിഞ്ഞാൽ അവർക്കും മാറ്റങ്ങൾ വരും. നമുക്ക് അവരെ ചികിത്സിക്കാം. അവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചികിത്സകൾ എടുക്കാം. ഇതിൽ ചികിത്സയെക്കുറിച്ച് രമേശിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. ഡോക്ടറെ, ഞാനിപ്പോൾ ഈ മരുന്നൊക്കെ കഴിച്ചാലേ എനിക്ക് വല്ല മാനസിക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും? ഈ ചോദ്യം ഞാൻ എനിക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ പലരും ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാൻ പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഇത് ഈ മരുന്ന് കഴിച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നലുണ്ട്. ഇങ്ങനെ പലർക്കും ഈ മദ്യപാനം നിർത്തി കഴിയുമ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒരു ദിവസം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു ഗിരിയിരിപ്പൊക്കെ വരും. രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അതെന്താ സംഭവം വെച്ചാൽ ഇത് ആദ്യത്തെ 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അതുമില്ല ഉണ്ടാവും. പല ആൾക്കാരും ചികിത്സിക്കാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥന ചികിത്സകൾ മാത്രമായിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നല്ലതൊക്കെ തന്നെ. പക്ഷേ അത് മാത്രമാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഉപദേശം മാത്രം പോരല്ലോ. ഉപദേശം കൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും മരുന്നില്ലാണ്ടാകുമ്പോൾ വിറയില്ല നമ്മളോട് വരില്ല. എനിക്ക് ഉപദേശം മാത്രം കൊണ്ട് പറ്റും ഇല്ല. അതല്ലേ പറഞ്ഞത്. ഉപദേശം മാത്രമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ ലിവറിൻ്റെ അത്ര കേൾക്കണമെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കംപ്ലീറ്റ് മാറും. മാത്രമല്ല ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിഭ്രമമോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അത് നമ്മൾ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ സമാധാനമായിട്ട് ചികിത്സിക്കാൻ അഡ്മിറ്റ് ആവും. ആരോഗ്യം ഭേദമായ ജോലി നല്ലോണം ചെയ്യാൻ പറ്റും. ജോലിയും ഒക്കെ നിങ്ങളുടെ ശരീരം നന്നായാൽ നമുക്ക് കുടുംബം നന്നാക്കി എടുക്കാം. കൊച്ചുണ്ട് ഡോക്ടറെ. അതാ പറഞ്ഞു അത് നോക്കണ്ടേ നമ്മൾ. എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അവളെന്നെ കാണിക്കില്ല. അത് നമുക്കത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് അഡ്മിറ്റ് ആവാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോടുകൂടി പറഞ്ഞ് അഡ്മിറ്റ് ആവാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഞങ്ങളുടെ കൂടെ ഡോക്ടറോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുസ്തകമൊക്കെ എഴുതിയിട്ട് അഡ്മിറ്റൊക്കെ ആക്കി. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് അഡ്മിറ്റ് ആവും. മരുന്ന് കഴിച്ച് കംപ്ലീറ്റ് ഭേദമാവും. അത് ആദ്യം എനിക്ക് വിശ്വാസം കൂടുതൽ താങ്കളുണ്ട്. കാരണം താങ്കൾക്ക് നിർത്താനുള്ള ധൈര്യം. ഈ ധൈര്യമുള്ളവരുടെ ഒക്കെ അസുഖമാണ്.
കംപ്ലീറ്റ് മാറണം. നമുക്ക് മോളെയൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനുള്ളതല്ലേ ഇത്? എല്ലാം ശരി. ഞാൻ പഠിപ്പിക്കും, ടൈൽസ് പഠിക്കുമ്പോൾ. ആ ശരി, ഒക്കെ ചെയ്യാം കേട്ടോ. റൈറ്റ്. ആ അപ്പോൾ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സകളൊക്കെ നമുക്ക് തന്നെ തുടങ്ങാം. അപ്പോൾ രമേശ് ഒരു ഭയവും വേണം കേട്ടോ. നമ്മൾ രണ്ടും കൂടെ എല്ലാം ശരിയാവും. രമേശ, ആ ഡോക്ടറെ. വരൂ വരൂ. എന്തായി? ഓ, ഒരു കുഴപ്പവുമില്ല ഡോക്ടർ. ഞാൻ കുറച്ച് നാൾക്ക് ശേഷം സുഖമായി ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആ, പിന്നെ എൻ്റെ ഭാര്യ വിളിച്ചിരുന്നു ഡോക്ടർ. വെരി ഗുഡ്. സംസാരിച്ചു. അത് ശരി, മോളായിട്ടും സംസാരിച്ചു. അത് ശരി. നോക്കട്ടെ, കൈയൊക്കെ ഒന്ന് നോക്കട്ടെ. വിറയലൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല ഡോക്ടർ, ഒരു കുഴപ്പവുമില്ല. അല്ല, ഗുളിക കഴിച്ചാൽ? ഏയ്, ഒന്നുമില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാ. ഇപ്പൊ സമാധാനമായി? ഓ, സമാധാനമായി, സന്തോഷമായി. വീട്ടിൽ വിടട്ടെ? ആ, എനിക്ക് മോളെ കാണണം, എന്റെ ഭാര്യയുടെ അടുത്ത് പോകണം. വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ പഴയ സുഹൃത്തുക്കളൊക്കെ വരും? ഇല്ല, ആരും വരില്ല ഡോക്ടർ. രമേശിനെ എനിക്ക് വിശ്വാസമാണ്. രമേശിനെ മദ്യപാനം നിർത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതാണ്. ഇനി എന്താന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ വേണം, പക്ഷേ കൂട്ടുകാരുടെ കൂടെ മറ്റു പരിപാടികളൊന്നും പാടില്ല. നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് പോയാൽ നമ്മൾ കഴിക്കാൻ പറഞ്ഞ ഭക്ഷണ രീതിയും ചിട്ടവട്ടങ്ങളൊക്കെ നേരെ കൊണ്ടുപോയാൽ നമുക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ട് വരില്ല. ഈ മരുന്ന് ഞാൻ ഇനിയും കഴിക്കണോ ഡോക്ടർ? മരുന്ന് കഴിക്കണം, മരുന്ന് എന്തായാലും കഴിക്കണം കേട്ടോ. മരുന്നുണ്ട്, കുറച്ചു കാലം കഴിക്കണം. കഴിച്ചാൽ മാത്രം പോരാ, ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായി വരണം. വരുമ്പോൾ ഇനി ഭാര്യ മക്കളെ കൂട്ടി വരിക. ഓ, ഞാൻ പോയിട്ട് ഭാര്യയും മകളെയും കൂട്ടിക്കൊണ്ടാ പോകുന്നത്. അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം. ശരി ഡോക്ടർ. പിന്നെ എന്താ പറയുക, നമുക്ക് മറ്റ് വെപ്രാമണങ്ങളോ ടെൻഷനോ ഒന്നുമില്ല വേണ്ട. ഈ അസുഖം ഇതൊരു ചെറിയ അസുഖമാണ്, മാറിയെന്ന് വിചാരിച്ചാൽ മതി. മദ്യപാനം നമ്മൾ മരുന്നുകൊണ്ട് ചികിത്സിക്കുകയും നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്താൽ പൂർണ്ണമായി നിർത്താവുന്നതാണ്. തീർച്ചയായും. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ പറ്റും. ജീവിത ലോകത്തേക്കും തിരിച്ചു വരാം. ശരി ഡോക്ടർ. ശരി. ശരി.